Dear students, today we are going to discuss the quantum mechanical treatment of the paramagnetism. So already we have gone through the classical treatment, and we have found that in that case the assumption was that suppose we apply an external magnetic field to an atom which possesses paramagnetic property, then the magnetic dipole can align in any direction. But in the case of quantum mechanical treatment, the magnetic dipole moment and its component mu z along the field can't have any arbitrary value. അപ്പോൾ ഇവിടെ ആ ഒരു വ്യത്യാസമാണുള്ളത്. ഇതിൻ്റെ മ്യൂസെറ്റിന് അതുപോലെ മ്യൂസെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെൻറ്റ് ഏത് ആർബിട്രറി വാല്യൂസ് പോസിബിൾ അല്ല. അപ്പോൾ അത് റെസ്ട്രിക്റ്റഡ് ആണ് മ്യൂസെറ്റിൻ്റെ വാല്യൂസ്. ഇഫ് എൽ ഈസ് ദ ആംഗുലാർ മൊമെൻറ്റം ഓഫ് എ ഗിവൺ ഡൈപോൾ, എല്ലാണ് ഒരു ആംഗുലാർ മൊമെൻറ്റം, ഒരു ഡൈപോളിൻ്റെ ആംഗുലാർ മൊമെൻ്റ് എങ്കിൽ മ്യൂ എന്നുള്ള വാല്യൂ ഇറ്റ് ഈസ് ഗിവൺ ബൈ ജി ഇൻറ്റു ഇ ബൈ 2mc ഇൻറ്റു എൽ. അവിടെ എൽ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെ ഇൻറ്റു ജെ പ്ലസ് 1 എച്ച് ക്രോസ് സ്ക്വയർ ആണ്. ജെ ഈസ് ദ ടോട്ടൽ ആംഗുലാർ മൊമെൻ്റ് ആണ്. ജെ ക്യാൻ ടേക്ക് വാല്യൂ ഹാഫ് 3/2 എക്സെട്ര എടുക്കാൻ പറ്റും. അതുപോലെ 0, 1, 2 എക്സെട്ര വാല്യൂസ് എടുക്കാൻ പറ്റും. ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ജി ഇ ബൈ 2mc ടുഗദർ ഇറ്റ് ഈസ് നോൺ ആസ് ദ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയുന്നത്. ആൻഡ് ജി ഈസ് ആൾസോ നോൺ ആസ് ദ ലാൻഡേഴ്സ് ജി ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും മ്യൂ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എല്ലിൻ്റെ വാല്യൂസ് റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട്, ക്വാണ്ടൈസ്ഡ് ആയതുകൊണ്ട് തന്നെ മ്യൂ വാല്യൂസും ഇവിടെ എന്താണ് ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. അപ്പോൾ അതിൽ ഈ ജി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അതിൻ്റെ ഒരു ഇക്വേഷൻ അറിയാൻ. ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലാൻഡേഴ്സ് ജി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 3/2 പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 ഡിവൈഡ് ബൈ 2j ഇൻറ്റു ജെ പ്ലസ് 1 ആണ്. അപ്പോൾ ഇത് ലാൻഡ് ജി ഫാക്ടർ. സപ്പോസ് ഒരു കേസിൽ സ്പിൻ മാഗ്നറ്റ് മാത്രമാണ്, സ്പിൻ ക്വാണ്ടം നമ്പർ മാത്രമുള്ള ഒരു കേസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം എൽ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ എൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എസ് ആൻഡ് ജെ ബോത്ത് ആർ ഈക്വൽ. അപ്പോൾ ആ കേസിൽ ജീൻ്റെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടും. ഒരു കേസിൽ നമുക്ക് ആംഗുലാർ മൊമെൻറ്റം, ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം മാത്രമുള്ളൊരു കേസാണെങ്കിൽ അവിടെ എസ് 0 ആയിരിക്കും. ആ കേസിൽ 3/2 മൈനസ് 1/2 കിട്ടും. നമുക്ക് വാല്യൂ വരുന്നത് 1 ആയിരിക്കും. ബാക്കി കേസിൽ ഇഫ് സിസ്റ്റം പൊസസിങ് ബോത്ത് സ്പിൻ ക്വാണ്ടം നമ്പർ, സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ആൻഡ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം, ദ എക്സ്പ്രഷൻ ഫോർ ലാൻഡേഴ്സ് ജി ഫാക്ടർ ഈസ് 3/2 പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജെ പ്ലസ് 1. അപ്പോൾ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്കറിയാം മ്യൂ അതായത് ആംഗുലാർ മൊമെൻറ്റത്തിന് ക്യാൻ ഹാവ് ടേക്കൺ ഓർ ഇറ്റ് ക്യാൻ പോസസ് സർട്ടൺ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഓൺലി. If net angular momentum of dipole is due to spin of electron, then G is equal to 2, and if it is due to orbital motion, G is equal to 1, and the net angular momentum with a mixed S and S L, in that case G is equal to 3/2 plus S into S plus 1 minus L into L plus 1 divided by 2j into J plus 1. Then suppose we are squaring mu, then we get mu square is equal to g square into e square by 2mc the whole square into L square. അപ്പോൾ നമ്മളിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുകയാണ്. ഇറ്റ് ഈസ് ജി സ്ക്വയർ ഇൻറ്റു നമ്മൾ ഇ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ, അതുപോലെ നമുക്ക് സ്ക്വയർ ചെയ്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇ സ്ക്വയർ ഈസ് ദർ ഡിവൈഡഡ് ബൈ 4 ഈസ് ദർ, ദെൻ എം സ്ക്വയർ സി സ്ക്വയർ ഈസ് ദർ, എൽ സ്ക്വയർ വാല്യൂ ഈസ് ജെ ഇൻറ്റു ജെ പ്ലസ് 1 എച്ച് ക്രോസ് സ്ക്വയർ. അപ്പോൾ ഇത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ഇ സ്ക്വയർ ദെൻ ബൈ 2mc whole square is there, then h cross square comes together with this and j into j plus 1. അപ്പോൾ ഇതിൽ ഈ എച്ച് ക്രോസ് ബൈ 2mc എന്നുള്ള ക്വാണ്ടിറ്റിക്ക് നമ്മൾ മ്യൂ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇ എച്ച് ക്രോസ് ബൈ 2mc ഇറ്റ്സ് ദ ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് മ്യൂ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്പ്രഷനെ മ്യൂ സ്ക്വയർ ഈക്വൽ ടു ജി സ്ക്വയർ ഇൻറ്റു മ്യൂ ബി സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് 1 എഴുതാൻ പറ്റും, മോഡിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് മ്യൂ സ്ക്വയറിനുള്ള എക്സ്പ്രഷൻ. ദെൻ മ്യൂ സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ജി ഇൻറ്റു മ്യൂ ബി ഇൻറ്റു എം ആയിരിക്കും. ഇതിൻ്റെ ഈ മ്യൂ സ്ക്വയറിൻ്റെ എക്സ്പ്രഷൻ എന്നാണ് നമ്മൾ മ്യൂ സെഡിൻ്റെ എക്സ്പ്രഷൻ കാണുക. അത് അതിൻ്റെ കോമ്പണൻ്റ് ആണ്, ജെയുടെ ഇസഡ് ഡയറക്ഷനിൽ വരുന്ന കോമ്പണൻ്റ് ആണ്. സോ ദാറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു മ്യൂ ബി ഇൻറ്റു എം ക്യാൻ ടേക്ക് വാല്യൂസ് ഓൺലി വാല്യൂസ് മൈനസ് ജെ, ദെൻ മൈനസ് ജെ പ്ലസ് 1 എക്സെട്ര അപ് ടു ജെ. ടോട്ടൽ 2j plus 1 വാല്യൂസ് മാത്രമേ മ്യൂ സെഡിന് പോസിബിൾ ആയിട്ടുള്ളൂ.
Thus, a dipole can have only those orientation for which mu z have the above values with respect to beta. With respect to B or external magnetic field, for a given J, there are 2J plus 1 orientations for mu. അതൊക്കെ നമുക്ക് നേരത്തെ അറിയുന്നതാണ്. മ്യൂവിന് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സപ്പോസ് മ്യൂ ഈക്വൽ ടു ഒരു -2 ആണെങ്കിൽ നമുക്കറിയാം ദ വാല്യൂ ഓഫ് സപ്പോസ് നോട്ട് മ്യൂ, സപ്പോസ് ജെ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഹാവ് വാല്യൂസ് എൽ സ്ക്വയറിൻ്റെ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ സ്ക്വയർ വാല്യൂസ് ഈസ് ഈക്വൽ ടു 2 × 2 + 1 × h ക്രോസ് വാല്യൂസ്, h ക്രോസ് സ്ക്വയർ വാല്യൂസ് ഉണ്ടായിരിക്കും. അതായത് 2 × 3 6 h ക്രോസ് സ്ക്വയർ വാല്യൂസ് പോസിബിളാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് മ്യൂവിൻ്റെ വാല്യൂസ് സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു നമുക്ക് പറയാൻ പറ്റും 6 × സം കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ ഒരു 6 എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോസ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക് വാല്യൂസ്, ഇതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയും ഇതിൻ്റെ വാല്യൂ മ്യൂവിൻ്റെ വാല്യൂ 6, ഈ ഒരു സർക്കിളിന് എബൌട്ട് ഇപ്പോഴും ഇതിൻ്റെ വാല്യൂ 6 തന്നെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മ്യൂസിക് വാല്യൂ ഫിക്സ് ചെയ്യുന്നുണ്ട്. മ്യൂസിക്കിൻ്റെ വാല്യൂ എടുക്കാൻ പറ്റുന്നത് -j to +j ആണ്. അതായത് -2 -1 0 +1 +2 എന്ന് പറയുന്ന വാല്യൂസാണ്. അപ്പോൾ ഇവിടെ ഒരു വാല്യൂസ് തന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൊജക്ഷൻ ഇവിടെ 2 ആവുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്ഷൻ എടുക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ 1 ആവുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്ഷൻ എടുക്കാം. അതുപോലെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് പ്രൊജക്ഷൻ -2 ആവുന്ന രീതിയിൽ, അതുപോലെ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ പ്രൊജക്ഷൻ -1 ആവുന്ന രീതിയിൽ, അതുപോലെ ഇങ്ങനെ പ്രൊജക്ഷൻ. അപ്പോൾ ഈ 5 പ്രൊജക്ഷൻസ് മാത്രമേ നമ്മുടെ ഈ മ്യൂവിന് പോസിബിൾ ആവുള്ളൂ. നേരത്തെ നമ്മളുടെ ക്ലാസിക്കൽ കേസിലാണെങ്കിൽ ഈ ഒരു സെമി സർക്കിളിൻ്റെ എവിടെ വരുന്ന രീതിയിലും ഇതിനെന്ത് ചെയ്യായിരുന്നു, ഓറിയൻറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷേ ഇവിടെ അത് പോസിബിൾ അല്ല. ഇതെന്താ സിംഗിൾ ഡൈപോൾ പാർട്ടീഷൻ ഫംഗ്ഷൻ. നമ്മൾ പാർട്ടീഷൻ ഫംഗ്ഷനിലേക്ക് വരികയാണ്. നമുക്കതിൻ്റെ ടോട്ടൽ മീൻ മാഗ്നറ്റിക് മൊമെൻറ്റ് അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. സോ പാർട്ടീഷൻ ഫംഗ്ഷൻ Q1 ഓഫ് ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സബ്മേഷൻ m = -j to +j എക്സ്പോണൻഷ്യൽ -β h ഓർ β e എന്നുള്ളതാണ് എക്സ്പ്രഷൻ. Q is equal to സമ്മേഷൻ ഓവർ ഈ എക്സ്പോണൻഷ്യൽ -β × e ആണ്. ഇവിടെ e എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ e is equal to -μh × cos θ ആണ്. ഓർ മ്യൂ cos θ നെ നമുക്ക് μz എന്ന് എഴുതാൻ പറ്റും. സോ ഇറ്റ് ഈസ് μz × cos θ, μz × h എന്നുള്ള പറയുന്ന വാല്യൂ ആണ് നമുക്ക് ഇക്ക് വരുന്നുണ്ടാവുക. ബട്ട് μz എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചു, ഇറ്റ് ഈസ് g × μb × m. സോ g μb m × h ആണ് ഈൻ്റെ എക്സ്പ്രഷൻ വരുന്നുണ്ടാവുക വിത്ത് ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവും. അപ്പോൾ ഇത് e⁻β നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പാർട്ടീഷൻ ഫംഗ്ഷൻ്റെ ഈ ഒരു റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ടേം കിട്ടുന്നത്. സോ മീൻ ഡൈപോൾ സിംഗിൾ ഡൈപോൾ പാർട്ടീഷൻ ഫംഗ്ഷൻ Q1 ഓഫ് ബീറ്റ ഈസ് ഈക്വൽ ടു സം ഓവർ -j to +j എക്സ്പോണൻഷ്യൽ മൈനസും ക്യാൻസൽ ചെയ്ത് ബീറ്റ g μz m × h വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് എ ഹൈപ്പർബോളിക് സൈൻ ഫംഗ്ഷൻ. നമുക്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചെന്ന PDF-ലുണ്ട് അതിൻ്റെ ഡെറിവേഷനൊക്കെ. വി ക്യാൻ റെപ്രസെൻറ്റ് Q1 ഓഫ് ബീറ്റ ആസ് Q1 ഓഫ് ബീറ്റ ഈസ് ഈക്വൽ ടു ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ ടേംസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ നടത്തി കഴിഞ്ഞാൽ, സമ്മേഷനൊക്കെ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് sin h ഓഫ് 1 + 1/2j × x ഡിവൈഡഡ് ബൈ sin h ഓഫ് x/2j. ഇതാണ് നമുക്ക് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ ടേംസിൽ നമ്മളുടെ പാർട്ടീഷൻ ഫംഗ്ഷനെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x is equal to ബീറ്റ g μb j × h. ഈ ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ നേരത്തെ ഇക്വേഷനിൽ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അവിടെ എക്സ് എന്ന് പറയുന്ന ടേമിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗിവൺ പാർട്ടീഷൻ ഫംഗ്ഷനെ വി ക്യാൻ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് എ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് എ സിംഗിൾ പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷൻ. ഇത് ചെയ്തപ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മാഗ്നറ്റിക് മൊമെൻറ്റ് കാണണം. ഇഫ് ദർ ആർ n ഡൈപോൾസ്, മീൻ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n × മീൻ വാല്യൂ ഓഫ് μz ആണ്. മീൻ വാല്യൂ ഓഫ് μz നമുക്കറിയാം, അത് കാണുന്ന നമ്മൾ μzൻ്റെ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് μz ആവറേജ് വാല്യൂ ഓഫ് μz നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ n × μz ബാർ എന്നുള്ള പറയുന്ന വാല്യൂ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചാണ്. ദ എക്സ്പ്രഷൻ ഫോർ n μz ബാർ ഇസ് ഈക്വൽ ടു n/β ∂h ഓഫ് ln ഓഫ് Q1 ഓഫ് ബീറ്റ. നേരത്തെ നമ്മൾ ക്ലാസിക്കൽ കേസിൽ ചെയ്ത് തന്നെയാണ്. ഇഫ് വി നോ μz ബാർ വി ക്യാൻ കാൽക്കുലേറ്റ് mz യൂസിങ് ദ ഇക്വേഷൻ n/β
dou by dou h of ln of q1 beta. Or if we know partition function, we can directly evaluate mz, that is the mean magnetic moment using this expression. ഈ ഒരു mean magnetic momentനെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിനെയും ln of q1 നമ്മളെ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ln ചെയ്ത് അതിൻ്റെ ഡോ ബൈ ഡോ എച്ച് ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് വലിയതായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടും. അതിൽ നിന്ന് കിട്ടുന്ന mzൻ്റെ വാല്യൂ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഫോമിലാണ്. ദാറ്റ് ഈസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് mz is equal to n into g into mu b into j into ഒരു ഫംഗ്ഷൻ bj of x എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ. ദിസ് bj of x is known as a Brillouin function which of order j എന്ന് പറയാൻ പറ്റും. bj of x-ന് Brillouin function of order j എന്ന് പറയുന്നത്. x നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള x തന്നെയാണ്. x is equal to beta g mu b j into h. ഈ നേരത്തെ നമ്മൾ ലാംഗ്വേജ് ഫംഗ്ഷൻ കണ്ട പോലെ തന്നെ ബ്രിലോൺ ഫംഗ്ഷനും ഒരു സിമിലർ ടൈപ്പ് ഓഫ് കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് മീൻ മാഗ്നറ്റിക് മൊമെൻറ്റിനെ നമുക്ക് ഈ ഒരു ബ്രിലോൺ ഫംഗ്ഷൻ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതെന്ന് നമുക്ക് മ്യൂസെറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡിവൈഡഡ് ബൈ n ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n കിട്ടും. സോ ദിസ് n വിൽ ബി ഗെറ്റ് ക്യാൻസൽ. സോ ദ എക്സ്പ്രഷൻ ഫോർ ദിസ് മ്യൂസെറ്റ് ബാർ വിൽ ബി ദാറ്റ് ഈസ് g mu b j ഇൻറ്റു bj ഓഫ് x ആയിരിക്കും. അവിടെ ആ bj of x എന്നുള്ള ഫംഗ്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. bj of x is equal to 1 plus 1 by 2j cot h of 1 plus 1 by 2j of x minus 1 by 2j cot h of 1 by 2j into x. ഇതാണ് ബ്രിലോൺ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് മ്യൂസെറ്റ് ബാർ ഈക്വൽ ടു g mu b j bj of x, where bj is ദ ബ്രിലോൺ ഫംഗ്ഷൻ. ഇനി ഈ ബ്രിലോൺ ഫംഗ്ഷനിൽ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെഷ്യൽ കേസസ് നോക്കാം. ദ ലിമിറ്റ് ഓഫ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ ഫീൽഡ്. ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ ഫീൽഡ് ആകുമ്പോൾ നമുക്ക് ഈ ബ്രിലോൺ ഫംഗ്ഷൻ്റെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, അതൊക്കെ നമ്മൾ ആ ഒരു നോഡിൽ ചെയ്തിട്ടുണ്ട്. ബ്രിലോൺ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലാണ് ഗ്രാഫ് കിട്ടുന്നത്. അതായത് ഇവിടെ എക്സും നമ്മളിവിടെ bj of x മാർക്ക് ചെയ്തിട്ട് ഇത് എല്ലാ അത് ഹയർ വാല്യൂസ് സ്റ്റാർട്ടിങ് ഫ്രം 0 ഇറ്റ് ഇൻക്രീസസ് ആൻഡ് ഇതിൻ്റെ എക്സ് ടെൻസ് ടു ഫാർ ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള കേസിൽ എല്ലാം റീച്ച് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 1 എന്നുള്ള വാല്യൂയിലേക്കാണ് എത്തുന്നത്. നമുക്കറിയാം ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ ഫീൽഡ് എന്ന് പറയുമ്പം വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് വി ഹാവ് x is equal to g mu b j into beta into h ആണ്. അതിൽ ദാറ്റ് ഈസ് ബീറ്റനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സം ക്വാണ്ടിറ്റി ഇൻറ്റു j h by kt എന്നുള്ള ഫോമിൽ വരും. അതായത് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈ ക്വാണ്ടിറ്റി ഫാർ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. x ഈസ് ഫാർ ഗ്രേറ്റർ ദാൻ 1. നമ്മൾ ഗ്രാഫിൻ്റെ ഷേപ്പിൽ നിന്ന് കണ്ടു. when x ഈസ് ഫാർ ഗ്രേറ്റർ ദാൻ 1 ഈ നമ്മളുടെ ബ്രിലോൺ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൾമോസ്റ്റ് 1 ആയിരിക്കും ഫോർ ഓൾ വാല്യൂസ് ഓഫ് j എന്ന് പറയുന്നത്. അപ്പം ആ കേസിൽ നമ്മൾ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമ്മളുടെ മ്യൂസെറ്റ് ബാറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മ്യൂസെറ്റ് ബാർ ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റുന്ന g into mu b into j into bj of x എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് എ കോൺസ്റ്റൻറ്റ് ഓർ ഇറ്റ് ഹാസ് റീച്ച്ഡ് ദ സാച്ചുറേഷൻ വാല്യൂ എന്ന് പറയാൻ പറ്റും ഈ ഒരു കേസിൽ. അതായത് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ ഫീൽഡ് ആകുമ്പോൾ എല്ലാ ഫീൽഡും സെയിം നമ്മൾ പറഞ്ഞു അലൈൻമെൻറ്റ് നടക്കുന്നതാണ്. നമ്മൾ നേരത്തെ ക്ലാസിക്കൽ കേസിൽ നമ്മൾ പറഞ്ഞതാണ്. അവിടെ കംപ്ലീറ്റ് അലൈൻമെൻറ്റ് നടന്നിട്ട് ദ സിസ്റ്റം വിൽ അറ്റൈൻ എ സ്റ്റേറ്റ് ഓഫ് മാഗ്നറ്റിക് സാച്ചുറേഷൻ. കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹൈ ടെമ്പറേച്ചർ ആൻഡ് വീക്ക് ഫീൽഡാണ്. ഹൈ ടെമ്പറേച്ചർ ആൻഡ് വീക്ക് ഫീൽഡിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇവിടെ കേസിൽ ഹൈ ടെമ്പറേച്ചർ വീക്ക് ഫീൽഡ് കേസിൽ നമുക്കറിയാം എക്സിൻ്റെ വാല്യൂ ഫാർ ലെസ് ദാൻ 1 ആയിരിക്കും. ആ കേസിൽ നമ്മളുടെ ബ്രിലോൺ ഫംഗ്ഷനെ നമുക്ക് ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. 1/3 × 1 + 1 by jx. നമുക്ക് ജസ്റ്റ് കോട്ടച്ച് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കോട്ടച്ച് എക്സ് നമുക്ക് ഓൾമോസ്റ്റ് ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് 1/x + x/3 എന്ന് എടുക്കാൻ പറ്റും. അത് വെൻ എക്സ് ഈസ് ഫാർ ലെസ് ദാൻ 1 കോട്ടച്ച് എക്സ് ക്യാൻ ബി അസ്യൂംഡ് ടു ബി 1/x + x/3. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഓൾമോസ്റ്റ് 1/3 × 1 + jx × x ആയിരിക്കും. ആ കേസിൽ നമുക്ക് കിട്ടുന്ന മ്യൂസെറ്റ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ്
it will be equal to g square into mu b square into j into j plus 1 divided by 3 kt into h എന്നുള്ള വാല്യൂ ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കേസാണത്. അതായത് നമ്മൾ മ്യൂസെറ്റ് ബാറിൽ നമുക്ക് ഓൾറെഡി മ്യൂസെറ്റ് ബാറിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ജി മ്യൂ ബി ജെ ഉണ്ട്. പിന്നെ ബി ജെ ഓഫ് എക്സിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി ജെ ഓഫ് എക്സിൻ്റെ എക്സ്പ്രഷനിൽ ഓൾറെഡി എക്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ജി സ്ക്വയർ മ്യൂ ബി സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് 1 ബൈ 3 kt ഇൻറ്റു എച്ച് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ജി സ്ക്വയർ മ്യൂ ബി സ്ക്വയർ ജെ പ്ലസ് 1 എച്ച് 3k എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഈ ഒരു ഹൈ ടെമ്പറേച്ചർ വീക്ക് ഫീൽഡിൻ്റെ കേസിൽ മ്യൂസെറ്റ് ബാർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/T ആണ്. അതുപോലെ നമുക്ക് പറയാൻ പറ്റും, നമുക്കറിയാം ഇതിൻ്റെ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് ഡോ ബൈ ഡോ എച്ച് ഓഫ് mz0 ആണ്. അതായത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം മാഗ്നറ്റൈസേഷൻ എന്നുള്ള ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഡോ ബൈ ഡോ എച്ച് എടുക്കുമ്പോഴും ഇവിടെ നമുക്ക് എച്ച് മാത്രം വരുന്നതുകൊണ്ട് ഇറ്റ് ഈസ് ആൾസോ പ്രൊപ്പോർഷണൽ ടു 1/T. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ കേസിലും അത് ക്യൂരി ലോ ഒബേ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. അതായത് ഖൈ ഈസ് ആൾസോ പ്രൊപ്പോർഷണൽ ടു 1/T. ഇവിടെ കോൺസ്റ്റൻറ്റ് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജി സ്ക്വയർ മ്യൂ ബി സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് 1 ബൈ 3k എന്നുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഒരു n0യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ആ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് n0 മ്യൂ സ്ക്വയർ ബൈ 3k ഓർ n0 ജി സ്ക്വയർ മ്യൂ ബി സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് 1 ബൈ 3k എന്നുള്ളതായിരിക്കും അവിടുത്തെ ക്യൂരി കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു കേസിൽ നമുക്ക് എപ്പോഴാണ് ഈ ക്ലാസിക്കൽ ക്വാണ്ടം തമ്മിൽ രണ്ടും കൂടെ മ്യൂച്വലി മിങ്കിൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ദീസ് ജെ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ജെ ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ബ്രിലോൺ ഫംഗ്ഷനും ലാംഗവിൻ ഫംഗ്ഷനും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ലാംഗവിൻ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചാണ് ഇറ്റ് ഈസ് കോട്ട് എച്ച് എക്സ് മൈനസ് എക്സ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അതുപോലെ ബ്രിലോൺ ഫംഗ്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജെ ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ള കേസ് വരുമ്പോൾ ജെ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു കേസ് എടുക്കുമ്പോൾ അവിടെ ജി ടെൻസ് ടു 0 ആയിരിക്കും. ജി ടെൻസ് ടു 0 ആകുമ്പോൾ മ്യൂസെറ്റ് ബാർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇറ്റ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു മ്യൂ ബി ഇൻറ്റു ജെ ഇൻറ്റു ബി ജെ ഓഫ് എക്സ് എന്നായിട്ടും ആൻഡ് ജി ഇൻറ്റു ജെ ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഓൾസോ ജെ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ജി ടെൻസ് ടു 0 ആണെങ്കിൽ പോലും ജി ഇൻറ്റു ജെ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഓൾമോസ്റ്റ് ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടായിരിക്കും. ആൻഡ് വെൻ ജെ ടെൻസ് ടു ഇൻഫിനിറ്റി വരുന്ന കേസിൽ നമ്മൾ ബി ജെൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിലേക്ക് റെഡ്യൂസ് ചെയ്യും? കോട്ട് എച്ച് എക്സ് മൈനസ് എക്സിലേക്ക് റെഡ്യൂസ് ചെയ്യും. അതിൽ തന്നെ നമ്മളൊരു സ്പെഷ്യൽ കേസ് ജെ ഈക്വൽ ടു ഹാഫ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ജെ ഈക്വൽ ടു ഹാഫ് ജി ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ക്യൂരി കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ക്ലാസിക്കലിൽ ചെയ്തിട്ടുള്ള n0 മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3k എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. അവിടെ നമ്മളുടെ മ്യൂ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മ്യൂ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കേസിൽ ജി സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് 1 മ്യൂ ബി സ്ക്വയർ ആണ്. അവിടുത്തെ മ്യൂ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് ആണ്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ എത്തുമ്പോൾ ബോത്ത് വിൽ ഗീവ് ആസ് ദ സെയിം റിസൾട്ട്. സോ ദാറ്റ് ഈസ് ദ canonical paramagnetism based on the canonical statistical mechanics or canonical ensemble. That is we are using the partition function to evaluate the magnetic dipole moment and also the average magnetic dipole moment, then susceptibility, the magnetization, etc. And we have treated the problem in two different ways. One in the classical treatment and the other one is the quantum mechanical treatment. Both will give you the same result under special situations, and in both cases it obeys the Curie's laws of paramagnetism. We have shown that, but there are certain difference in the Curie constant and in the normal cases, but at the limit j tends to infinity, the both cases will give us the same result.